Hi all. Polarization by reflection ആണ് നമ്മൾ ഇന്ന് ഈ ചെറിയ വീഡിയോയിൽ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ നിങ്ങൾ 2-3 തവണ നന്നായിട്ട് കേൾക്കുക. ഇതിനകത്ത് നിന്ന് നോട്ട് എഴുതിയെടുക്കുക. സ്ലൈഡിൽ വരുന്നത് നിങ്ങൾ നോട്ട് എഴുതിയാൽ മതി. വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈറ്റിൻ്റെ പോളറൈസേഷൻ എന്താണ് പോളറൈസേഷൻ എന്നുള്ളതും പിന്നെ ലോ ഓഫ് മാലസ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ് ചെയ്യുന്നതിനായിട്ട് ഒരു ടൂർമലൈൻ ക്രിസ്റ്റൽ, ഒരു കാൽസൈറ്റ് ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യിക്കുന്ന മെത്തേഡ് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കാൽസൈറ്റ് ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് പോളറൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷനുകളിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈറ്റിനെ പോളറൈസ് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ മാലസാണ് കണ്ടുപിടിച്ചത്. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്താണ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്ന് മനസ്സിലാകുന്നതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. യു കൺസിഡർ എ ഗ്ലാസ് സ്ലാബ് പ്ലേസ്ഡ് ഇൻ എയർ. ഒരു ഗ്ലാസ് സ്ലാബ് എയറിൽ ഇരിക്കുന്നു. ഇത് ഗ്ലാസ് സ്ലാബ് എയറിലിരിക്കുന്നു. ഇതിലേക്ക് ഓർഡിനറി അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് വീഴുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓർഡിനറി അൺപോളറൈസ്ഡ് ലൈറ്റ്, അതിനകത്ത് ആരോ മാർക്ക്, ഡോട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ഗ്ലാസ് സർഫസിൽ വന്ന് വീഴുന്നു. അപ്പോൾ ഈ സാധാരണ ഗ്ലാസ് സർഫസിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പാർട്ട് ഓഫ് ദ ലൈറ്റ് ഗെറ്റ് റിഫ്രാക്റ്റഡ് ആൻഡ് പാർട്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഇത് ഓർഡിനറി ഗ്ലാസ് സ്ലാബാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഗ്ലാസ് സ്ലാബിൻ്റെ സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ മജോറിറ്റി ഓഫ് ദ ലൈറ്റ് ഗെറ്റ് റിഫ്രാക്റ്റഡ്. കുറച്ച് മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അതേസമയം ഒരു മിറർ ആണെങ്കിൽ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യും. ഗ്ലാസ് സ്ലാബിൽ കുറച്ച് മാത്രം റിഫ്ലക്റ്റ് ചെയ്യും, കൂടുതലും റിഫ്രാക്റ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഗ്ലാസ് സ്ലാബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു തിക്ക് ഗ്ലാസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജ് വളരെ ഫെയിൻ്റായിട്ട് കാണാൻ പറ്റും. അതിനപ്പുറത്തുള്ള സാധനം നിങ്ങൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഇമേജ് വളരെ ഫെയിൻ്റായിട്ട് കാണാൻ പറ്റും. പുറത്തുള്ളതാണ് കൂടുതൽ കാണുന്നത്. അതിന് കാരണം നിങ്ങളുടെ ഇമേജ് കാണുക എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. അപ്പോൾ റിഫ്ലക്ഷൻ സാധാരണ ഗ്ലാസ് സ്ലാബിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ചെറിയ പെർസെൻറ്റേജ് റിഫ്ലക്റ്റ് ചെയ്യും, മജോറിറ്റിയും റിഫ്രാക്റ്റ് ചെയ്യും. എനിവേ പാർട്ട് ഗെറ്റ് റിഫ്രാക്റ്റഡ് ആൻഡ് പാർട്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുക. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ നോർമൽ വരയ്ക്കുക. ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കണം. നിങ്ങൾ നോർമൽ വരയ്ക്കുക. യു കൺസിഡർ ദ നോർമൽ. ആ പ്ലെയിനിന് ഞാൻ നോർമൽ ഇമാജിൻ ചെയ്തു. ആൻഡ് പാർട്ട് ഓഫ് ദ ലൈറ്റ് ഗെറ്റ്സ് റിഫ്രാക്റ്റഡ്. സ്നെൽസ് ലോ ഒക്കെ പഠിച്ചതാണ്. റെയറർ ടു ഡെൻസർ ആണ് ലൈറ്റ് വരുന്നത്. ദ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ. നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തിരിക്കുന്നു. ഇനിയും ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഓർഡിനറി ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. വന്ന് വീണ അൺപോളറൈസ്ഡ് ലൈറ്റ് ആരോ മാർക്ക് ആൻഡ് ഡോട്ട്സ് ഇൻ ഈക്വൽ എമൗണ്ട്സ്. പക്ഷേ ഈ റിഫ്രാക്റ്റഡ് ലൈറ്റ് നോക്കുക, ആരോ മാർക്കും ഡോട്ടും ഈക്വൽ എമൗണ്ട് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റിനെ പറയുന്ന പേരാണ്. ഇത് അൺപോളറൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പോളറൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് പാർഷ്യലി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ ഗ്ലാസ് സർഫസിൽ ലൈറ്റ് വന്ന് വീഴുന്നു എയറിൽ നിന്ന്. റിഫ്രാക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും റിഫ്ലക്റ്റഡ് ലൈറ്റും എന്തായിരിക്കും? പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. ഇൻറ്റൻസിറ്റി പറഞ്ഞു ഓർക്കുക. റിഫ്ലക്റ്റഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഇനി പോളറൈസേഷൻ പറയുമ്പോൾ ഇത് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡിഗ്രി ഓഫ് പോളറൈസേഷൻ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ റിഫ്രാക്റ്റഡ് ലൈറ്റിൽ പാരലൽ വൈബ്രേഷനുകളായിരിക്കും കൂടുതൽ. അതേസമയം റിഫ്ലക്റ്റഡ് ലൈറ്റിൽ പെർപെൻഡിക്കുലർ വൈബ്രേഷനുകളായിരിക്കും കൂടുതൽ. അതായത് ഈ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള വൈബ്രേഷൻ, അല്ലെങ്കിൽ ഈ ഗ്ലാസ് സ്ലാബിൻ്റെ സർഫസിന് പാരലലായിട്ടുള്ള വൈബ്രേഷൻ. നിങ്ങൾ ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റിലുള്ള വൈബ്രേഷൻ ഏതാണ് കൂടുതലെന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും. പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് മീൻസ് ഇറ്റ് ഈസ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റ്. ഇൻസിഡൻറ്റ് റേയും നോർമലും ഉള്ള പ്ലെയിനിന് പറയുന്നത്, അതായത് ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ പ്ലെയിനാണ് പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും കൂടുതൽ. ഇനിയും ഓൺ ഇൻക്രീസിങ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും പാർഷ്യലി പോളറൈസ്ഡ് ആണ്. ബട്ട് ഓൺ ഇൻക്രീസിങ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ ഡിഗ്രി ഓഫ് പോളറൈസേഷൻ ചേഞ്ചസ്. ഈ പോളറൈസേഷൻ്റെ ഡിഗ്രി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റ് അൺപോളറൈസ്ഡ് ആണ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആണ്,
റിഫ്രാക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആണ്. ഇത് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് വരുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇത് നിങ്ങൾ നോട്ട് എഴുതണം. അതിനായിട്ട് ഇത് എഴുതുക. വെൻ ഓർഡിനറി അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എയർ ഗ്ലാസ് ഇൻ്റർഫേസ്, പാർട്ട് ഓഫ് ദ ലൈറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് പാർട്ട് ഗെറ്റ് refracted. Reflected and refracted lights are partially plane polarized. On increasing the angle of incidence, the degree of polarization changes. Polarization degree change. ഒരു particular angle എത്തിക്കഴിയുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഓർക്കുക, ഇത് പാർഷ്യലി പോളറൈസ്ഡ് ആണ് രണ്ടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ മാറ്റി ഒരു പർട്ടിക്കുലർ ആംഗിൾ എത്തിക്കഴിയുമ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ്. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റിക്കൊണ്ടുവന്ന് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തിക്കഴിയുമ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് വിത്ത് വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ഇതിപ്പോഴും പാർഷ്യലി പോളറൈസ്ഡ് ആണ്. സം ഡോട്ട്സ് ആർ ദെയർ. ഇവിടെ ഡോട്ടുകളുണ്ട്, പക്ഷെ ഇവിടെ ആരോ മാർക്കൊന്നുമില്ല. ദിസ് പർട്ടിക്കുലർ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ഈസ് നോൺ ആസ് പോളറൈസിങ് ആംഗിൾ ഓർ ബ്രസ്റ്റർ ആംഗിൾ. അപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ വഴി കംപ്ലീറ്റ് ആയിട്ട് പോളറൈസ് ചെയ്തിട്ടുള്ള ലൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദിസ് ഈസ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. അപ്പോൾ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് വീഴുന്നു, റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ് ഇവിടെ. റിഫ്രാക്റ്റഡ് ഇപ്പോഴും പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. ഇനി ഇത് നിങ്ങൾ നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അറ്റ് പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇവിടെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ലൈറ്റ് പോളറൈസിങ് ആംഗിളിലാണ് വന്ന് വീഴുന്നത് എങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എപ്പോൾ വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് പോളറൈസിങ് ആംഗിൾ. അപ്പോൾ ഈ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ലൈറ്റ് വന്ന് വീഴ് കഴിയുമ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും. അതുകൂടാതെ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും, റിഫ്രാക്റ്റഡ് പോളറൈസ്ഡ് ആയിരിക്കുകയില്ല. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് are mutually perpendicular and the reflected light is completely plane polarized with vibration perpendicular to the plane of incidence. This angle of incidence is known as polarizing angle or Brewster angle. ഇനി നിങ്ങൾ ഇതും പഠിച്ചിട്ടുള്ളതാണ്, ബ്രസ്റ്റേഴ്സ് ലോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടാൻജന്റ് ഓഫ് പോളറൈസിങ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ റിഫ്രാക്റ്റിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണോ റേ റിഫ്രാക്റ്റ് ചെയ്തു പോകുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം. നമ്മൾ എയറും ഗ്ലാസും പറഞ്ഞതുകൊണ്ട് ഐ റൈറ്റ് ഇറ്റ് ആസ് tan IP, where IP is the Brewster angle or polarizing angle. Tan IP is equal to mu, where mu is the refractive index of refracting medium, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ഇൻ അവർ എക്സ്പെരിമെൻറ്റ്. ഈ ബ്രസ്റ്റേഴ്സ് ലോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുള്ള സ്നെൽസ് ലോയിൽ നിന്ന്. അതിനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പോളറൈസിങ് ആംഗിൾ ആണ് എങ്കിൽ ഞാൻ IP എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ലോ ഓഫ് റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് സെയിം ആസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇതും IP ആയിരിക്കും. റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് റേ, വി മാർക്ക് ഇറ്റ് ആസ് R. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള സ്നെൽസ് ലോ എന്താണ്? യെസ്, sin I by sin R is equal to mu, and here I instead of I it is IP, that is the Snell's law. Sin IP by sin R is equal to mu. ഇനി നിങ്ങൾ ഫിഗർ നോക്കുക. നിങ്ങൾക്ക് ഈ IPയെയും ആറിനെയും റിലേറ്റ് ചെയ്യിക്കാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ IP plus 90 plus R gives this total angle 180 degree. That is IP plus 90 plus IP plus 90 plus R is equal to 180. ആ 90യെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ IP plus R is equal to 180 minus 90 വരും. or IP plus R is equal to 90. അതിൽ നിന്ന് R എഴുതുക. or R is equal to 90 minus IP. ഇത് നമ്മൾ ആദ്യത്തെ സ്നെൽസ് ലോയിൽ ഈ സൈൻ ആറിന് പകരം ഈ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സ്നെൽസ് ലോ, അതായത് ഈ sin IP by sin R എന്നുള്ളത് sin IP by sin 90 minus IP is equal to mu എന്ന് വരും. ആൻഡ് sin 90 minus IP is cos IP, that is sin IP by cos IP is equal to mu, that is tan IP is equal to mu, the Brewster's law.
ഇത് ഇതിപ്പോൾ നിങ്ങളോട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബ്രസ്റ്റേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ചിലപ്പോൾ തിരിച്ചും ക്വസ്റ്റ്യനുകൾ ചോദിക്കും. അതായത് ഇവിടെ നമ്മൾ തുടക്കത്തിൽ എടുത്ത കൺസെപ്റ്റ് പോളറൈസിങ് ആംഗിളിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ചിലപ്പോൾ നിങ്ങളോട് നേരെ തിരിച്ച് ചോദിക്കും, ഷോ ദാറ്റ് അറ്റ് പോളറൈസിങ് ആംഗിൾ ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന്. അപ്പം നിങ്ങൾ ബ്രസ്റ്റേഴ്സ് ലോയിൽ നിന്ന് തുടങ്ങണം. അത് നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടുന്ന് തിരിച്ച് ചെയ്തു പോകണം. അതായത് നിങ്ങൾക്ക് ബ്രസ്റ്റേഴ്സ് ലോ ഉണ്ട്, സ്നെൽസ് ലോയും ഉണ്ട്, പക്ഷേ ഈ ആംഗിൾ 90 എന്നുള്ളതില്ല. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ചെയ്തു പോകണം. എങ്ങനെ ചെയ്തു പോകണം? നിങ്ങൾ ടാൻ ഐ പി ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് എഴുതുക തുടക്കത്തിൽ തന്നെ. ടാൻ ഐ പിയെ നിങ്ങൾ എന്തെഴുതണം? സൈൻ ഐ പി ഡിവൈഡഡ് ബൈ കോസ് ഐ പി ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾ സൈൻ ഐ പി പ്ലസ് സൈൻ ആർ ഈസ് ഈക്വൽ ടു മ്യൂ സ്നെൽസ് ലോ എഴുതുക. അപ്പോൾ നിങ്ങൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈൻ ആർ ഈസ് ഈക്വൽ ടു കോസ് ഐ പി എന്ന് കിട്ടും. ഈ ടാൻ ഐ പിയെ സൈൻ ഐ പി ബൈ കോസ് ഐ പി ഡിനോമിനേറ്റർ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ട്രിഗണോമെട്രിക് റിലേഷൻ സൈൻ 90 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഐ പി പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 90. ഇത് നേരെ തിരിച്ച് അങ്ങോട്ട് കിട്ടും. ഐ പി പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 90 ആണ് എങ്കിൽ ഫ്രം ദിസ് ഡയഗ്രാം ഇത് നിങ്ങൾ തീറ്റ എന്ന് വല്ലതും മാർക്ക് ചെയ്യുക. അപ്പോൾ ഐ പി പ്ലസ് ആർ 90 എന്ന് കിട്ടി. ഐ പി പ്ലസ് ആർ പ്ലസ് ദിസ് തീറ്റ ഈസ് 180 എന്ന് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ദിസ് തീറ്റ 90 എന്ന് കിട്ടും. നേരെ തിരിച്ച് ചെയ്യണം. അപ്പോൾ അതും കൂടി പ്രാക്ടീസ് ചെയ്യുക. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നുകിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ ഇത് അതേപടി ചെയ്യുക. നേരെ തിരിച്ച് ഷോ ദാറ്റ് അറ്റ് പോളറൈസിങ് ആംഗിൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് റിഫ്രാക്റ്റഡ് ലൈറ്റ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തു നോക്കുക. അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. ഇനിയിപ്പോൾ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ നമ്മളിപ്പോൾ പഠിച്ചു. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷനിൽ ലൈറ്റ് പോളറൈസിങ് ആംഗിളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും, പെർപെൻഡിക്കുലർ വൈബ്രേഷൻ മാത്രമായിട്ട്. റിഫ്രാക്റ്റഡ് ലൈറ്റ് പോളറൈസ്ഡ് അല്ല. ഈ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ നമ്മൾ ഒർഡിനറി ഗ്ലാസിൻ്റെ കേസിൽ നിങ്ങൾ സ്നെൽസ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്രസ്റ്റേഴ്സ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഐ പി ഒരു 57 അല്ലെങ്കിൽ 57.5 ഡിഗ്രിയാണ്. അതായത് ലൈറ്റ് എയർ ഗ്ലാസ് ഇൻ്റർഫേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു 57 അല്ലെങ്കിൽ 57.5 ഡിഗ്രി റേഞ്ചിൽ വന്ന് വീണ് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. ഇനി പ്രാക്ടിക്കലി നിങ്ങൾക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതിനൊരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. തുടക്കത്തിൽ പറഞ്ഞു, ഗ്ലാസ് സർഫസിൽ വന്ന് വീണ് കഴിയുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്. സാധാരണ ഒരു 15%-ലും കുറവായിരിക്കും. കൂടുതലും റിഫ്രാക്റ്റഡ് ആണ്. പക്ഷേ റിഫ്രാക്റ്റഡ് പോളറൈസ്ഡ് അല്ല. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇത് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിയെടുക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതാണ് നമുക്ക് അടുത്തത് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് പൈൽ ഓഫ് പ്ലേറ്റ്സ്. അപ്പോൾ അതിന് ഡയഗ്രം നിങ്ങൾ വരയ്ക്കണം. പൈൽ ഓഫ് പ്ലേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ പേരിനകത്ത് തന്നെയുണ്ട് പൈൽ ഓഫ് പ്ലേറ്റ്സ്. ഈ ഡയഗ്രം നിങ്ങൾ നോക്കുക. ഗ്ലാസ് പ്ലേറ്റുകൾ നിങ്ങൾ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് തിന്നായിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് തിൻ പാരലൽ ഫേസ്ഡ് ഗ്ലാസ് പ്ലേറ്റ്സ് പ്ലേസ്ഡ് വൺ ഓവർ ദ ടോപ്പ് ഓഫ് ദ അതർ ഇൻസൈഡ് എ വുഡൻ ട്യൂബ്. ഇതൊരു വുഡൻ ട്യൂബാണ്. ഇതിനകത്ത് ഇങ്ങനെ ഗ്ലാസ് പ്ലേറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു പാരലൽ. ഇനി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഇത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ഈ ട്യൂബിൻ്റെ ആക്സിസുമായിട്ട് 32.5 ഡിഗ്രി ചെരിച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. ഇത് 32.5 എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് സ്ലാബിൻ്റെ നോർമൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇത് 32.5 ആണെങ്കിൽ ഇതും 32.5 ആയിരിക്കും. അപ്പോൾ നോർമലുമായിട്ട് ഇൻസിഡൻറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 57.5 ആയിരിക്കും. അത് പോളറൈസിങ് ആംഗിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് ശ്രദ്ധിക്കുക. ഡോട്ട് കൊണ്ട് ആരോയുമുണ്ട്. ഈ പ്ലേറ്റിൽ വന്ന് വീഴുന്നത്, ആദ്യത്തെ പ്ലേറ്റിൽ വന്ന് വീണ് കഴിയുമ്പോൾ പോളറൈസിങ് ആംഗിളിലാണ് വന്ന് വീണത്. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. ഇത് അൺപോളറൈസ്ഡ് ആയിരിക്കും. പക്ഷേ പ്രശ്നമുണ്ട്, ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് അടുത്തടുത്ത പ്ലേറ്റുകൾ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്ലേറ്റിലും അതിൽ വന്ന് വീഴുന്നതിൻ്റെ 15% വരും. മൂന്നാമത്തതിലും അതിൽ വന്ന് വീഴുന്നതിൻ്റെ 15% വരും. അപ്പോൾ നിങ്ങളൊരു ലാർജ് നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് റിഫ്ലക്റ്റഡ് റേസ് കാണാൻ പറ്റും. അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് നോക്കുക, അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ലൈറ്റ്. നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ട് ഓരോ റിഫ്രാക്ഷൻ കഴിയുന്നതിനനുസരിച്ചും ഇതിനകത്ത് ഡോട്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ അധികം പ്ലേറ്റുകൾ ഉണ്ടായെങ്കിൽ ഇറങ്ങി വരുന്നത് എന്തായിരിക്കും? പോളറൈസ്ഡ് ലൈറ്റ് വിത്ത് പാരലൽ വൈബ്രേഷൻ ആയിരിക്കും.
അപ്പോൾ ഇപ്പോൾ ഈ പൈലോ പ്ലേറ്റ് വഴി നിങ്ങൾക്ക് റിഫ്ലക്റ്റഡ് ലൈറ്റും പോളറൈസ്ഡ് ആക്കാൻ പറ്റും, ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ലൈറ്റും പോളറൈസ്ഡ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് പൈലോ പ്ലേറ്റ്സ്. അപ്പോൾ ഈ പൈലോ പ്ലേറ്റ്സ് ഈ ഫിഗർ വരച്ച് എന്താണെന്ന് എഴുതുക. അതിൻ്റെ നോട്ട്, ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ നോട്ട് എഴുതണം, വീഡിയോ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. നമ്മൾ ലൈവ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. അപ്പോൾ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ വീണ്ടും വീണ്ടും കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.